ഹലോ ഗായ്സ്, ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. ആക്ച്വലി ഇത് കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും ചിക്കനാണ് ബീഫാണെന്നൊക്കെ. പക്ഷേ ഇത് ചിക്കൻ അല്ല, ബീഫും അല്ല. ആക്ച്വലി ഇത് പ്യുവർലി വെജാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ലോങ് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. ഈ ഒരു പാക്കറ്റിൻ്റെ അത് നല്ല രീതിയിലുള്ള ഒരു പാക്കിങ്ങിലാണ് ഇത് വരുന്നത്. ഇതേപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും. ഞാനിവിടെ പ്ലാൻ ചെയ്യുന്നത് ജസ്റ്റ് നമ്മൾ ബീഫൊക്കെ ഫ്രൈ ചെയ്യുന്നത് പോലെ ഒന്ന് വരട്ടിയെടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം തന്നെ ജസ്റ്റ് എണ്ണ ഒന്ന് ചൂടാക്കുക. അതിലേക്ക് ആവശ്യത്തിന് വേണ്ട സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു സവാളയാണ് എടുത്തേക്കുന്നത്. അത് വളരെ കനം കുറച്ചാണ് അരിഞ്ഞിരിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വേണ്ടി ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യം എണ്ണ ഒഴിച്ചപ്പോൾ തന്നെ കുറച്ച് സ്പൈസസ് ചേർത്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ പറയാൻ മറന്നുപോയി. പിന്നെ ആവശ്യത്തിന് വേണ്ട മസാല കൂടെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ഗരം മസാല, മുളക് പൊടി എന്നിവ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്കാണ് നമ്മുടെ ഈ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ബൈറ്റ്സും കൂടെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. വെജ് ഒരു ഓപ്ഷൻ നോക്കുന്നവരാണെങ്കിൽ ഈ ഒരു ഐറ്റം മസ്റ്റായിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഫൈനലി ചേർക്കുന്നത് തക്കാളി ജ്യൂസാണ്. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു 5 മിനിറ്റ്സ് ഒന്ന് സ്ലോ കുക്ക് ചെയ്തെടുക്കാം. പിന്നെ നമുക്കിത് ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ പൊറോട്ടയുടെ കൂടെയോ, നമ്മൾ ബീഫും ചിക്കനും നമ്മൾ എന്തിൻ്റെയൊക്കെ കൂടെ കഴിക്കുന്നു അതിൻ്റെ കൂടെ അതിൻ്റെ സെയിം ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പൊറോട്ടയുടെയോ ചപ്പാത്തിയുടെയോ അല്ലെങ്കിൽ റൈസിൻ്റെ കൂട്ടത്തിലാണെങ്കിലും പല വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസ് ഇത് വെച്ചിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം. ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് സ്ലോ കുക്ക് ചെയ്തെടുത്താൽ മതി. ഈ ഒരു ഐറ്റം എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.